നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിലേക്കുള്ള തീവണ്ടിയിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും മനഃപൂർവ്വം ആളുകളെ ഭക്തജനങ്ങളെ അങ്ങോട്ട് പോകുന്ന ഭക്തജനങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, കൊല്ലാൻ ശ്രമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, തീവണ്ടി കല്ലെറിഞ്ഞ് തകർത്തതടക്കമുള്ള കാര്യങ്ങളുടെ ദൃശ്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വന്നിരുന്നു. തത്വമയ്യത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകുന്ന പ്രത്യേക തീവണ്ടിയിൽ കുറെ മത തീവ്രവാദികൾ പട്ടാപ്പകൽ തീയിടുന്ന, അതായത് സീറ്റിൽ തീ കത്തിച്ച് ആ ട്രെയിനിന് തീയിടാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ആലോചിച്ച് നോക്കൂ, ഒരു തീവണ്ടി, ഒരു പൊതുഗതാഗത സംവിധാനം, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുഗതാഗത സംവിധാനം, അത് ഒരു കുംഭമേളയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ അതിന് പ്രത്യേക സർവീസ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തീവണ്ടി കത്തിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ തീവണ്ടിക്ക് തീയിട്ട് ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്ന, രാജ്യത്തിന് വലിയ നഷ്ടം വരുത്തി വെക്കാൻ ശ്രമിക്കുന്ന, വലിയ അപകടങ്ങൾ വരുത്തി വെക്കാൻ മനഃപൂർവ്വം യാതൊരു കൂസലുമില്ലാതെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ തീയിടുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രമേ ഈ കാണാനുള്ളൂ. പക്ഷേ അവർ ആ ട്രെയിനിന് മൊത്തം തീയിടാനുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പട്ടാപ്പകൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ റെയിൽവേ പോലീസിലെ, അവിടെ മറ്റ് സംവിധാനങ്ങളില്ലേ, അവരൊക്കെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു പോവുകയാണ്. ഇവിടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ, ട്രെയിനിന്റെ സുരക്ഷ ഒക്കെ തന്നെ ഉറപ്പാക്കേണ്ട സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മത തീവ്രവാദികൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിയുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരെയൊക്കെ മനോരോഗികളായും മാനസിക രോഗികളായും ഒക്കെ ചിത്രീകരിച്ച് അവർക്ക് പെറ്റി കേസെടുത്ത് പിഴയടപ്പിച്ച് വെറുതെ വിട്ടു അവരെയൊക്കെ. അത് പല മേഖലകളിലും, ഈ വന്ദേ ഭാരത് സർവീസ് കടന്നു പോകുന്ന പല മേഖലകളിലും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ നടത്താറുണ്ട്. പലരും കല്ലെറിയാറുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, വലിയ നഷ്ടം വന്നിട്ടുണ്ട്, ചില്ലുകളും മറ്റും പൊട്ടി വലിയ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ മാനസരോഗികളാക്കി മാത്രം ചിത്രീകരിച്ച് അവരെ വെറുതെ വിടുന്ന, അല്ലെങ്കിൽ അവർക്ക് ലഘുവായ ശിക്ഷയോ പിഴയോ കൊടുത്തു വിടുന്ന രീതിയാണ്. ഇതിപ്പോൾ ഒരു ട്രെയിൻ തീവച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഏത് വകുപ്പ് പ്രകാരമാണ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് വധശ്രമത്തിന്, ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്, പൊതുമുതൽ കത്തിച്ച് നശിപ്പിക്കുന്നതിന്, വലിയ അപകടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്, കലാപാഹ്വാനത്തിന് ഒക്കെ തന്നെ ചേർത്ത് കേസെടുത്ത് ഇവനെയൊക്കെ ആജീവനാന്തം പിടിച്ച് അകത്തിടണം, ഇരുട്ടറയ്ക്കുള്ളിൽ അടക്കണം, പരോൾ പോലും കൊടുക്കരുത്. അത്രയും ക്രൂരമായ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്താണ് നടക്കുന്നത്. പ്രയാഗ്രാജിലേക്ക് ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നു, അവിടെ ഒരു മഹാകുംഭമേള നടക്കുന്നു. അങ്ങോട്ട് പോകുന്നവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ തീവണ്ടികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും ആക്രമിക്കാനും, പൊതുഗതാഗത സംവിധാനത്തെ തീയിട്ട് നശിപ്പിക്കാനും, കല്ലെറിയാനും, ആളുകളെ കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നു. ഇവിടെ നിയമം കയ്യിലെടുക്കാനും എന്ത് തോന്നിയാസം കാണിക്കാനും ഇവർക്കൊക്കെ ആരാണ് അനുവാദം കൊടുത്തത്? ഇത് ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ചില ജിഹാദി ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ ഒക്കെ തന്നെ ഇവർ ചെയ്യുന്നതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനെയൊക്കെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇവനൊക്കെ ഏത് രീതിയിൽ പെരുമാറും നാളെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു വേള നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ ഇന്ത്യയെ ഇവർ ചാമ്പലാക്കിയേനെ, ഇന്ത്യയെ കത്തിച്ചേനെ, ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയേനെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. ഇപ്പോൾ ചങ്കുറപ്പുള്ള ഒരു സർക്കാർ, നട്ടലുള്ള ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട്, ശക്തമായ നടപടിയെടുക്കുന്നതുകൊണ്ട്, ശക്തമായ അന്വേഷണങ്ങളും മറ്റ് നിയമ സംവിധാനങ്ങളും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ രീതിയിലെങ്കിലും ജീവിക്കാൻ ഇവിടെ പറ്റുന്നത്. സമാധാനം വിളിച്ചോതുന്ന സമാധാന മതക്കാരുടെ തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചനകൾ. തീർച്ചയായിട്ടും ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ യോഗി ആദിത്യനാഥിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ ജീപ്പ് മറിഞ്ഞോ വെടികൊണ്ടോ ഒക്കെ തന്നെ ഇത്തരം ഭീകരവാദികളും കുറ്റവാളികളും ഒക്കെ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേക്കും. ഇതിപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ മറ്റ് വിശദാംശങ്ങളും ഇതിന്റെ ഫോളോ അപ്പ് വാർത്തകളോ മറ്റോ കാര്യങ്ങളോ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.